കളക്ഷൻ എടുക്കാം. ഒന്നാമത് പിന്നെ കാന്താരയ്ക്ക് വന്നിട്ടുള്ളത് വേൾഡ് വൈഡിൽ ഇന്ത്യൻ കളക്ഷൻ പോയിട്ട് പുറത്തുനിന്ന് വന്നിട്ടുള്ള എന്ന് പറയുന്ന കളക്ഷൻ എന്ന് പറയുന്നത് 119 കോടി രൂപയാണ്. അതായത് ഇന്ത്യയുടെ പുറത്തുനിന്ന് വന്ന കളക്ഷൻ 119 കോടി രൂപയാണ്. ചാവയ്ക്ക് ഇന്ത്യയുടെ പുറത്തുനിന്ന് വന്ന കളക്ഷൻ 215 കോടിയാണ്. സയ്യാരയ്ക്ക് ഇന്ത്യക്ക് പുറത്തു വന്ന് വന്നതെന്ന് പറഞ്ഞാൽ 162 കോടിയാണ്. എന്നാൽ കൂലി എന്ന് പറയുന്ന സിനിമയ്ക്ക് പുറത്തുനിന്ന് വന്ന കളക്ഷൻ 180 കോടി രൂപയാണ്. അതായത് ഇന്ത്യക്ക് പുറത്തു നിന്ന് വന്ന കളക്ഷൻ. ഞാൻ ഇതൊക്കെ പറഞ്ഞു പറഞ്ഞെന്ന് പറഞ്ഞാൽ സിനിമകളെല്ലാം ഇന്ത്യയുടെ പുറത്തു നിന്ന് കളക്ഷൻ വന്ന് ഇന്ത്യയിൽ ഒരു വലിയൊരു ഹബ്ബായിട്ട് മാറണം. പുറത്തുള്ള പൈസ നമ്മളെ നാട്ടിൽ വരുമ്പോഴാണ് നമ്മുടെ നാട്ടിന് ഗ്രോത്ത് വരുന്നത്. ഒന്ന്. അപ്പോൾ ഇത് സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രിയിലോട്ട് ഞാൻ പറയണം. ഇതിനൊപ്പം മലയാള ഇൻഡസ്ട്രിയിലോട്ട് വരാം. മലയാള ഇൻഡസ്ട്രിയിൽ നിന്ന് 300 കോടി ക്ലബിലെത്തിയ ഒറ്റ പടമേ ഉള്ളൂ. അത് ഞാൻ നിങ്ങളടുത്ത് പറയണ്ടല്ലോ, ലോക എന്ന് പറയുന്ന സിനിമ. ഇതിനകത്ത് രസകരമായ സംഭവമുണ്ട്, ഞാൻ നിങ്ങൾ കോട്ട് ചെയ്ത് തരാം. ലോക 302 കോടി രൂപയാണ് ടോട്ടൽ കളക്ഷൻ. പക്ഷേ ലോകയുടെ ഓവർസീസ് കളക്ഷൻ എന്നുള്ളത് 181 കോടി രൂപയാണ്. ആലോചിച്ച് നോക്കുക, 181 കോടി രൂപ. അതായത് ഓവർസീസ് വേൾഡ് വൈഡ് പുറത്തു നിന്നുള്ള ഓവർസീസ് കളക്ഷൻ, ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള കളക്ഷൻ എടുത്താൽ അതിൽ ഒന്നാം സ്ഥാനത്ത് ചാവയാണ്, 215 കോടിയുണ്ട്. രണ്ടാം സ്ഥാനത്ത് ലോകയാണ്, 181 കോടി രൂപ. മൂന്നാം സ്ഥാനത്ത് കൂലിയാണ്. നാലാം സ്ഥാനത്ത് സയ്യാര 162 കോടി. ഇതിൽ 2 ചിത്രങ്ങൾ സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രിയാണ്. ഇനി നോർത്ത് ഇന്ത്യയുടെ 2 ചിത്രങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട പടമാണ്. അങ്ങനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വേൾഡ് വൈഡിലെ 2ാം സ്ഥാനത്ത് വരുന്ന ചിത്രമാണ് ലോക. ഒരു സിനിമ ഇന്ത്യയിൽ നിന്ന് എന്തൊക്കെ രീതിയിൽ കളക്ഷൻ എടുക്കുന്നു അതിന് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞുതരാം. കാന്താര എന്ത് സിനിമയാണ്? ഒരു വിശ്വാസത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന സിനിമയാണ്. അതൊരു മതവുമായിട്ട് ബന്ധപ്പെട്ട് നന്നായിട്ട് കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ പ്രേക്ഷകർ കയറിയുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്ന് ആ പടത്തിന് വല്ലാത്ത ഗ്രോസ് വന്നത്. എന്നാൽ ഔട്ട് ഓഫ് കൺട്രിയിൽ അത് വളരെ താഴെയാണ്, ഇന്ത്യക്ക് പുറത്തുനിന്ന്. ചാവ എന്ന് പറയുന്ന സിനിമയും ഇതേ റേഞ്ചിൽ പോണയാണ്. ഇതിനിടയിൽ ഹനുമാൻ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, അതൊക്കെ ഇങ്ങോട്ട് താഴോട്ടുണ്ട്. ഈ സിനിമ ഇതേ റേഞ്ചിലുള്ളതാണ്. ഈ രീതിയിൽ നിൽക്കുകയാണ്, ഒരു മതവിഭാഗത്തിന്റെ കയ്യിൽ നിൽക്കുകയാണ്. പക്ഷെ ലോക എന്ന് പറയുന്ന സിനിമ അങ്ങനെയല്ല. ലോക എന്ന് പറയുന്ന സിനിമ കല്യാങ്കാട്ട് നീലി എന്ന് പറയുന്ന ഒരു കഥാപാത്രം അതിനകത്തുണ്ടെങ്കിലും പടം മറ്റൊരു വിധത്തിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ലോക എന്ന് പറയുന്ന സിനിമ മലയാള ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരു കുഞ്ഞ് സ്റ്റേറ്റിൽ നിൽക്കുന്ന പടമാണ്. ആ പടം